വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമളാനിലെ വളരെ പുണ്യം നിറഞ്ഞ ദിവസങ്ങൾ, അതിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു റമളാനിൽ കർമ്മങ്ങൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച, വളരെ അള്ളാഹുവിനോട് അടുക്കാൻ സാധിച്ചവരാണ് നമ്മളൊക്കെ. ഈ റമളാൻ പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമളാൻ നമ്മളെ ശീലിപ്പിച്ചത് നന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ധാരാളം നന്മകൾ ഈ ഒരു മാസത്തിൽ നമ്മൾ ചെയ്തു കൂട്ടി. നമ്മുടെ സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ഒരു ശ്രദ്ധ നമ്മൾ കൊണ്ടുവന്നു. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന്, ഇടപാടുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നു. അള്ളാഹുവിനോട് കൂടുതൽ സൂക്ഷ്മത നമ്മൾ കാണിച്ചു. നമസ്കാര കാര്യങ്ങളിൽ ഒരു ചിട്ടയും അടുക്കുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു. ഇത് റമളാനിന് ശേഷവും നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കണം. നന്മകളിൽ കൂടുതൽ മുന്നേറാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അത് പ്രത്യേകമായി പറയുന്നുണ്ട്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത പ്രവാചകൻ്റെ അനുയായികളെക്കുറിച്ച്, സ്വഹാബ കിറാമിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളൊരു പ്രയോഗമാണിത്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവർ നന്മകളിൽ കുതിച്ചു മുന്നേറിയവരായിരുന്നു, ധൃതി കാണിച്ചവരായിരുന്നു. ഒരു നന്മ ചെയ്യാനുള്ള അവസരവും അവരവരുടെ ജീവിതത്തിൽ പാഴാക്കാറുണ്ടായിരുന്നില്ല, നഷ്ടപ്പെടുത്താറുണ്ടായിരുന്നില്ല. എത്ര ചെറിയ നന്മയാകട്ടെ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, ഇന്ന് ഇങ്ങനെയൊരു കർമ്മം ചെയ്യാനുണ്ട്, ഒരു പ്രവർത്തനം ചെയ്യാനുണ്ട്, ഇന്നൊരു ത്യാഗപ്രവർത്തനമുണ്ട്, ഒരു ധർമ്മസമരത്തിന് ഇറങ്ങി പുറപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയേണ്ടുന്ന താമസമേ ഉള്ളൂ. ആ നിർദ്ദേശം കിട്ടിയാൽ മതി. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആ നന്മകളിൽ അവർ ധൃതി കാണിക്കും. അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. പിന്നെ അവരുടെ എല്ലാ ഭൗതികമായ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് പാരത്രികമായ ആ ലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരൊക്കെ ഇറങ്ങി പുറപ്പെട്ടു വരും. വഹും ലഹാ സാബിഖൂൻ. അവർ അതിൽ മുൻകടന്നിട്ടുള്ളവരാണ്. നമ്മളെക്കാളൊക്കെ എത്രയോ കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് ദൂരം മുന്നിലെത്തി നിൽക്കുന്നവരാണ് അവർ. അവരുടെ ഒരു വലിയ പ്രത്യേകതയായിക്കൊണ്ട് ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു, വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫി ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. വസ്സാബിഖൂന അസ്സാബിഖൂൻ. മുൻകടന്നിട്ടുള്ളവർ, അവർ മുൻകടന്നിട്ടുള്ളവരാണ്. അവർ ധാരാളം കർമ്മങ്ങൾ ചെയ്ത് ത്യാഗോജ്വലമായ ജീവിതം കാഴ്ചവെച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അതികഠിനമായ പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്ന് ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നവർ, അവർ മുൻകടന്നവരാണ്. അവർ മുൻകടന്നവർ തന്നെയാണ്. ഉലൈകൽ മുഖറബൂൻ. അവർ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്, കരീബുകളാണ് അവർ, മുഖറബുകളാണ്. ഫി ജന്നാത്തിൻ നഈം. അവർക്കാണ് അനുഗ്രഹങ്ങളുടെ സ്വർഗത്തോപ്പ്, പൂങ്കാവനങ്ങൾ അവർക്കാ കിട്ടുക. സുല്ലത്തും മിനൽ അവ്വലീൻ. മുൻഗാമികളിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അവരിങ്ങനെയാണ്. വഖലീലും മിനൽ ആഖിരീൻ. പിൻഗാമികളിൽ, പിന്നീട് വന്നിട്ടുള്ളവരിൽ കുറച്ച് ആളുകളും ഇങ്ങനെയാണ്. അപ്പം ഈ മുൻഗാമികളിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്. അവരാ രൂപത്തിൽ മുൻകടന്ന് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച് സ്വർഗത്തിന് അർഹരായി കഴിഞ്ഞു.
അവരൊരു വലിയ വിഭാഗം ആളുകളാണെന്ന് ഖുർആൻ പറഞ്ഞത്. സുല്ലത്തും മിനൽ അവലീൻ, അവർ ഒരു വലിയ വിഭാഗമാണ്. വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിലും കുറച്ച് ആളുകൾക്ക് അതിന് അവസരം ഉണ്ടാകും. പിന്നീടുള്ള ആളുകളിൽ എണ്ണം കുറവായിരിക്കും, എന്നിരുന്നാലും കുറച്ച് ആളുകൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. ആ ഭാഗ്യം നേടിയെടുക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ലക്ഷ്യം വെക്കേണ്ടത്. നമ്മുടെ മുൻഗാമികളായ അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവരത് നേടിയെടുത്തു. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലരോടും പറഞ്ഞു. 10 സ്വഹാബിമാരോട് പ്രവാചകൻ അങ്ങനെ പറഞ്ഞ് നമുക്ക് ചരിത്രത്തിൽ കാണാം, നിങ്ങളൊക്കെ സ്വർഗത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് കേൾക്കുകയാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കാനുള്ള ഭാഗ്യം കിട്ടുകയാണ്. അങ്ങനത്തെ 10 സ്വഹാബിമാരെ കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. ഖലീഫമാരായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പിന്നെ അതല്ലാതെ മറ്റ്6 ആളുകളും, അബൂ ഉബൈദ, ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, ഈ സമുദായത്തിൻ്റെ വിശ്വസ്തനായ നേതാവാകുന്നു അദ്ദേഹം, അമീനുൽ ഉമ്മ എന്നാണ് റസൂൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. തുടക്കകാലത്ത് ഇസ്ലാമിലേക്ക് വന്നയാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചതിൻ്റെ നേരെ വിപരീതമായ ഒരു ദിശയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടായിരുന്നത്. വിശ്വാസിയായിരുന്നില്ല, പക്ഷെ ആ പിതാവിനോട് പോലും നല്ല രീതിയിൽ സഹവർത്തിക്കുകയും പിതാവിനോട് ഒരു ബദർ യുദ്ധത്തിൽ വെച്ച് ശത്രുപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും പിതാവും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. സ്വന്തം പിതാവിനോട് വിശ്വാസത്തിൻ്റെ പേരിൽ പോരടിക്കേണ്ടി വന്ന മനുഷ്യൻ, ഈ സമൂഹത്തിന് വേണ്ടി ധാരാളം സേവനം ചെയ്ത മനുഷ്യൻ, അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുറഹിമാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, മുസ്ലിങ്ങളിലെ അതിസമ്പന്നനായ സ്വഹാബിയാണ്. അള്ളാഹു ധനം നൽകി അനുഗ്രഹിച്ച മനുഷ്യനാണ്. അദ്ദേഹം എവിടെ കച്ചവടം തുടങ്ങിയാലും ആ കച്ചവടമൊക്കെ വിജയിക്കും. ചരിത്രകാരന്മാർ പറയുന്നത്, അബ്ദുറഹിമാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന വഴിക്ക് ഒരു കല്ല് കിടക്കുന്നുണ്ടെങ്കിൽ ആ കല്ല് എടുത്തുയർത്ത് നോക്കിയാൽ അതിൻ്റെ അടിയിലും സ്വർണ്ണം ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൊടുന്നതൊക്കെ പൊന്നായി മാറും. ചെയ്യുന്ന കച്ചവടമൊക്കെ വിജയിച്ച മനുഷ്യൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അളവറ്റ ധനം വാരിക്കോരി ചെലവഴിച്ചൊരു സ്വഹാബിയായിരുന്നു അദ്ദേഹം. ഇസ്ലാം ധർമ്മസമരത്തെക്കുറിച്ച് പറഞ്ഞപ്പം ആദ്യം പറഞ്ഞത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ധർമ്മസമരം ചെയ്യണമെന്നാണ്. ഖുർആനിൽ ജിഹാദ് എന്ന് പറഞ്ഞിടത്തൊക്കെ എടുത്ത് നോക്കി, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ് ബിഅംവാലിഹിം വഅൻഫുസിഹിം. അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും. ആദ്യം സമ്പത്താണ്. സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് ധർമ്മസമരത്തിൽ ഏർപ്പെടണം എന്നാണ്. അതിൽ മുന്നിൽ നിന്ന മനുഷ്യനായിരുന്നു അബ്ദുറഹിമാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം എല്ലാ വർഷവും റസൂലിൻ്റെ ഭാര്യമാർക്ക്, നമ്മുടെ ഉമ്മമാർക്ക്, അവർക്ക് വേണ്ട ഒരു സംഖ്യ അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. അബ്ദുറഹിമാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അത് എത്തിച്ചു കൊടുക്കും. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, ബദരീങ്ങൾക്ക് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൻ്റെ ലാഭവിഹിതത്തിൽ നിന്നൊരു സംഖ്യ അദ്ദേഹം നീക്കിവെക്കും. കാരണം ഇസ്ലാമിൽ നടന്ന ആദ്യത്തെ ധർമ്മസമരമാണല്ലോ ബദർ. അപ്പം അതിൽ പങ്കെടുക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല, ഒരു വലിയ സംഭവം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ബദറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു സംഖ്യ തൻ്റെ കച്ചവടത്തിൻ്റെ ലാഭത്തു നിന്ന് മാറ്റിവെക്കും. ഇങ്ങനെ ധനം ചെലവഴിച്ച മനുഷ്യനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുറഹിമാനും ഫിൽ ജന്ന, അബ്ദുറഹിമാൻ സ്വർഗത്തിലാണ്. അദ്ദേഹമാണ് അടുത്തയാൾ. അതേപോലെ ഒരാളാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും തുടക്കത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. പ്രവാചകൻ്റെ ഒരു അമ്മാവനാണ്. റസൂൽ വളരെ
അഭിമാനത്തോടു കൂടി ഇടയ്ക്കൊക്കെ പറയും, ആ വരുന്നത് എൻ്റെ അമ്മാവനാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗമുണ്ട് എന്ന് റസൂൽ പറയുന്നത് ഒരിക്കൽ പ്രവാചകൻ ഒരു സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സംസാരത്തിനിടയിൽ പ്രവാചകൻ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങോട്ടൊരാൾ കടന്നു വരും, അയാൾ സ്വർഗാവകാശിയാണ്. എല്ലാവരും ആ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുക. അപ്പോൾ അവിടേക്ക് കടന്നു വന്നത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം വലിയൊരു പോരാളിയാണ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പേർഷ്യക്കാരോട് നടന്നൊരു വലിയ യുദ്ധമുണ്ടായിരുന്നു, ഖാദിസിയ. ആ യുദ്ധത്തിൻ്റെ പടനായകനാണ് അദ്ദേഹമാണ്. ആ യുദ്ധത്തെ നയിച്ചത്. അദ്ദേഹത്തിന് വളരെ അസുഖമായിരുന്നു, തീരെ വയ്യ, ശാരീരികമായി പ്രയാസമായിരുന്നു. പക്ഷെ അമീറുൽ മുഅ്മിനീൻ ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി. തൻ്റെ ശാരീരിക പ്രയാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ആ യുദ്ധത്തെ അദ്ദേഹം നയിച്ചു. യുദ്ധക്കളത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, പക്ഷെ അതിൽ ഒരു ചെറിയ എടുപ്പുണ്ടാക്കി അതിൻ്റെ മുകളിൽ ഇങ്ങനെ അദ്ദേഹം ഇരുന്നിട്ട് ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സേവനം ചെയ്തൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രവും നമ്മൾ പഠിക്കേണ്ടതാണ്. അദ്ദേഹമാണ് ഇസ്ലാം സ്വീകരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ മാതാവ് പറഞ്ഞു, നീ ഈ മതം ഉപേക്ഷിക്കാതെ ഞാൻ ഭക്ഷണവും വെള്ളവും കഴിക്കില്ല. ഉമ്മ വെള്ളം കുടിക്കൽ വരെ നിർത്തി. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് ഉമ്മാനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഉമ്മ വെള്ളം കുടിക്കാതെ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് കണ്ട് വേദനിച്ച് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഉമ്മ ഞാൻ ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞിട്ട് ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കുന്നില്ല, അവർ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലേ എന്ന് പ്രവാചകനോട് ചോദിച്ചു. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങുന്നത്. 31-ാമത്തെ സൂറത്ത് ലുഖ്മാനിലെ ഒരു ആയത്ത്, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. നിനക്കറിവില്ലാത്തൊരു കാര്യത്തിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് വേണ്ടി അവർ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ വലാ തുതിഉഹുമാ, നീ അവരെ അനുസരിക്കേണ്ടതില്ല. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, എന്നാൽ ഭൗതികമായ കാര്യങ്ങളിൽ അവരോട് നല്ല രീതിയിൽ സഹവർത്തിക്കുകയും വേണം. ദുനിയാവിൻ്റെ കാര്യത്തിൽ ഒരു ഉമ്മ എന്ന രീതിയിൽ ഉമ്മാനോട് ചെയ്യേണ്ടുന്ന കടപ്പാടുകളൊക്കെ അത് പൂർത്തീകരിച്ചു കൊടുക്കണം. അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാൻ പറയുന്ന കാര്യം അത് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്നത്. എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളിനി 100 ദിവസം 1000 ദിവസം പട്ടിണി കിടന്നാലും ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങൂല, ഞാൻ പുറത്തു വരൂല. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഇത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, എന്നാൽ ഉമ്മാനോട് നല്ല രീതിയിൽ സഹവർത്തിക്കണം. തൻ്റെ മകൻ്റെ ആ ഒരു വിശ്വാസ ദൃഢത കണ്ട് ഉമ്മ പിന്നെ ഭക്ഷണവും വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങിയെന്ന. അതായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഒരുപാട് സേവനം ചെയ്ത മനുഷ്യനാണ്. ഒരിക്കൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ എയ്യുന്ന ഒരൊറ്റ അമ്പും അതിൻ്റെ ലക്ഷ്യത്തിൽ കൊള്ളാതെ പോകരുത്, ഞാൻ എറിയുന്ന ഒരൊറ്റ കുന്തവും അതിൻ്റെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പടച്ചവനെ, ഇസ്ലാമിന് വേണ്ടി വളരെ വലിയ ത്യാഗങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ഇത് രണ്ടെണ്ണവും, അത് നീ നടപ്പിൽ കൊടുക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരൊറ്റ ലക്ഷ്യവും തെറ്റാറുണ്ടായിരുന്നില്ല എന്നാണ്. അദ്ദേഹം എങ്ങനെ അമ്പെയ്താലും അത് ലക്ഷ്യത്തിൽ കൊള്ളും. അദ്ദേഹം കുന്തമെറിഞ്ഞാൽ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളും. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കാറുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹത്തോട് വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു. ആ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വർഗത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരാളാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ അമ്മായി, ഉപ്പയുടെ സഹോദരി സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ അവരുടെ മകനായിരുന്നു.
സഫിയ റളിയല്ലാഹു അൻഹ പ്രവാചകനേക്കാൾ 2 വയസ്സ് ചെറുപ്പമുള്ള ഒരാളായിരുന്നു. പ്രവാചകൻ്റെ പിതാവ് അബ്ദുള്ളക്ക് വിവാഹം അന്വേഷിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് ഒരു കുടുംബത്തിലേക്ക് പോയി. ആ കുടുംബത്തിൽ പോയപ്പം വഹബിൻ്റെ മകൾ ആമിനയെ തൻ്റെ മകൻ അബ്ദുള്ളക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. വഹബിൻ്റെ മകൾ ആമിനയെ. അവിടെ വഹബിൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, വുഹൈബ്. അയാൾക്കൊരു മകളുണ്ടായിരുന്നു, ഹാല. വുഹൈബിൻ്റെ മകൾ ഹാലയെ അബ്ദുൽ മുത്തലിബും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അറേബ്യൻ സമൂഹം അങ്ങനെ ആയിരുന്നു, അവരനേകം വിവാഹം കഴിക്കുന്നവരാണ്. അപ്പോൾ വാപ്പയും മോനും ഒരേ കുടുംബത്തിൽ നിന്ന് സഹോദരൻ്റെയും സഹോദരൻ്റെ 2 സഹോദരന്മാരുടെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാം. വഹബിൻ്റെ മകൾ ആമിനയെ അബ്ദുള്ളയും വുഹൈബിൻ്റെ മകൾ ഹാലയെ അബ്ദുൽ മുത്തലിബും. ആ വിവാഹത്തിൽ അബ്ദുൽ മുത്തലിബിന് 2 കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഒരാളാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവും പ്രവാചകനും ഒരേ വയസ്സാണ്. ആ കല്യാണം ഒരുമിച്ച് നടന്നുകൊണ്ടേ ആമിന അബ്ദുള്ളയെ പ്രസവിക്കുന്നതും ഹാല ഹംസയെ പ്രസവിക്കുന്നതും ഒരേ സമയത്താണ്, സമപ്രായക്കാരാണ്. കുറച്ച് മാസങ്ങളുടെ മാറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആത്മമിത്രങ്ങളുമായിരുന്നു. റസൂലും ഹംസ റളിയല്ലാഹു അൻഹുവും ഉറ്റ ചങ്ങാതിമാരാണ്. ഇതിൽ പിന്നെ ഉണ്ടാകുന്ന കുട്ടിയാണ് സഫിയ. പ്രവാചകനേക്കാൾ 2 വയസ്സ് ഇളപ്പമായിരുന്നു അവർക്ക്. സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച തുടക്കത്തിൽ എല്ലാവരെയും റസൂൽ ഇങ്ങനെ വീട്ടിൽ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു, ബന്ധുക്കളെ മുഴുവൻ. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നിന്റെ അടുത്ത ബന്ധുക്കളെയൊക്കെ നീ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ പ്രവാചകനോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരെയും ഒരു ഭക്ഷണത്തിന് വിളിക്കാം വീട്ടിലേക്ക്. നല്ല ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരെയും വിളിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊടുത്ത് പിരിഞ്ഞു പോകാൻ നേരത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഈ കുന്നിൻ്റെ അപ്പുറത്തു നിന്നൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും. മുഹമ്മദ് നീ അല്ലമീനാണ്, നീ സത്യസന്ധനാണ്, കളവ് പറയാറില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ അതൊന്നുമല്ല ദൈവം, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. ഉടൻ തന്നെ അവരുടെ സ്വഭാവം മാറി. അൽ അമീൻ എന്നവർ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ അവർ ഉടൻ പറയുന്നത്, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? നീ നശിക്കട്ടെ. അബൂലഹബാണ് അത് പറഞ്ഞത്. അബൂലഹബാര പ്രവാചകന്റെ മറ്റൊരു പൃഥിവ്യനാണ്, അളാപ്പയാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റൊരു മകനാണ്, ഹംസയുടെ ജ്യേഷ്ഠനാണ്, അബ്ദുള്ളയുടെ ജ്യേഷ്ഠനാണ്. അബൂലഹബ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. പ്രവാചകന്റെ പൃഥിവ്യനാണ്. അബൂലഹബ് ആദ്യം തന്നെ പറഞ്ഞു, അലിഹാദ ജമാഅത്തന യാ മുഹമ്മദ് തബ്ബല്ലക്, ഇതിനാണ് മുഹമ്മദ് നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? നീ നശിച്ചു പോട്ടെ, ഞങ്ങളുടെ ദൈവങ്ങളെ നീ കളിയാക്കുകയാണോ? നീ നശിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാ ഖുർആൻ അതിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിൻ്റെ 2 കരങ്ങളും നശിക്കട്ടെ, അല്ലേ എന്ന് പറഞ്ഞാൽ 2 കൈയും ഒടിഞ്ഞു പോകട്ടെ എന്നല്ല. അബൂലഹബ് എന്തൊക്കെ തൻ്റെ ജീവിതത്തിൽ ചെയ്യുമോ അതൊന്നും കുരുത്തം പിടിക്കൂല. കൈകൊണ്ട് ചെയ്യുന്നത്, കൈ ഒടിയട്ടെ എന്ന് പറഞ്ഞത് അതാണ്. അബൂലഹബിൻ്റെ അധ്വാനങ്ങളും ചെയ്തികളും ഒന്നും ഫലവത്താകൂല, ഒക്കെ നിഷ്ഫലമായിരിക്കും, ഒന്നുകൊണ്ടും കാര്യമില്ല എന്ന് ഖുർആൻ പറഞ്ഞത് അപ്പോഴാണ്. ആ സമയത്ത് അബൂലഹബിനെ പോലെയുള്ളവർ ധിക്കാരം കാണിച്ച് മാറി നിന്നപ്പോൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ആളായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹ. അവർ ഇസ്ലാമിലേക്ക് വന്നു. അവർക്ക് ഉണ്ടായ മകനാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് ആദ്യത്തിൽ തന്നെ വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആദ്യ സമയത്ത് തന്നെ, അന്നു മുതൽ ഇസ്ലാമിൻ്റെ ധർമ്മസമരങ്ങളിൽ, പോരാട്ട ഭൂമികളിൽ ഏറ്റവും മുന്നിൽ നിന്ന് പോരാടിയ ഒരു യോദ്ധാവായിരുന്നു അദ്ദേഹം. രണ്ടാമത് നടന്ന ഉഹ്ദ് യുദ്ധത്തിൽ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അദ്ദേഹമായിരുന്നു ഇസ്ലാമിക സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ്, സൈനിക തലവൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം വഫാത്തായതിനു ശേഷം പിന്നെ മരണം വരെ സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു മുസ്ലിങ്ങളുടെ സൈനിക തലവൻ. അദ്ദേഹം മരണപ്പെടുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലത്ത് ജമൽ യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കുന്നുണ്ടല്ലോ, ആ യുദ്ധ സമയത്താണ് മരണപ്പെടുന്നത്. അപ്പോൾ റസൂലിൻ്റെ കാലത്തെ ബാക്കി എല്ലാ യുദ്ധങ്ങളിലും
ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ മുഴുവൻ യുദ്ധങ്ങളിലും, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തുടക്കത്തിലുമൊക്കെ ഇസ്ലാമിൻ്റെ കമാൻഡർ ഇൻ ചീഫ്, പടത്തലവൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരിക്കലൊരു യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ വസ്ത്രം അഴിച്ചു വെച്ച് മാറുമായിരുന്നു. അദ്ദേഹം വസ്ത്രം ഊരിയതും അത് കണ്ടു നിന്ന ആൾ ബോധം കെട്ടു വീണു. അയാളുടെ ബോധം പോയി. അതിൻ്റെ കാരണം സുബൈറിൻ്റെ ശരീരത്തിലുള്ള തുന്നലുകൾ കണ്ടിട്ടായിരുന്നു. മുഴുവൻ വെട്ടും കുത്തും കുടുങ്ങിയ തുന്നലുകളാണ് എല്ലാം. ഉടൻ തന്നെ ആളുകളൊക്കെ കൂടി മനുഷ്യൻ്റെ മുഖത്ത് വെള്ളം തളിച്ച് ഇയാളെ എഴുന്നേൽപ്പിച്ചു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞത്, ഈ കാണുന്ന മുഴുവൻ വെട്ടും കുത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രം കിട്ടിയതാണ്. വേറെ അങ്ങാടി തല്ലുണ്ടാക്കിയിട്ടോ ആളുകളോട് എന്തെങ്കിലും പ്രശ്നത്തിന് പോയിട്ടോ കുടുംബ വഴക്കിൻ്റെ പേരിലോ ഉണ്ടായ ഒരു പോറലും ഒരു പരിക്ക് പോലും എൻ്റെ ശരീരത്തിലില്ല. ഈ കാണുന്ന മുഴുവൻ തുന്നലുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിൽ മാത്രം എനിക്ക് വന്നു പറ്റിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. അതാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ഒരിക്കൽ പ്രവാചകൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹയൊക്കെ കൊടുത്ത് തിരിച്ചു പോവുക. അപ്പോൾ പോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ സലാം ഒരാളോട് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ഭുതമായി. ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞേൽപ്പിക്കുക വഹയ കൊടുത്ത് തിരിച്ചു പോകുമ്പം അതാരോടാണ്? പ്രവാചകൻ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, ജിബ്രീൽ അങ്ങയുടെ സലാം ഞാൻ ആരെയാണ് അറിയിക്കേണ്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ സലാം താങ്കൾ അറിയിക്കേണ്ടത് താങ്കളുടെ അമ്മായിയുടെ മകൻ സുബൈറിനെയാണ്. നിങ്ങൾ നോക്കൂ, വാനലോകത്തു നിന്ന് വരുന്ന മാലാകമാരുടെ തലവൻ, എല്ലാ മലായിക്കത്തുകളിലും അതിൻ്റെയൊക്കെ ഖുർആൻ തന്നെ റൂഹുൽ അമീൻ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. ആ ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞു പോവുക, എൻ്റെ സലാം അറിയിക്കണം. അതായിരുന്നു സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ത്യാഗം, ഈ ദീനിന് ചെയ്ത സേവനം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗത്തിൽ എനിക്ക് 2 അയൽക്കാരുണ്ട്. എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തും വീടുള്ളവർ. എൻ്റെ വീടിൻ്റെ ഇപ്പുറത്ത് വീടുള്ളത് എൻ്റെ അമ്മായിയുടെ മകൻ സുബൈറിനാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിലാണ് ഉണ്ടായിരിക്കുക. അല്ലേ? സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുമുള്ള ജന്നാത്തുൽ ഫിർദൗസ്, അതിൽ റസൂലിൻ്റെ അയൽപ്പക്കം, തൊട്ടടുത്ത വീട് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതം അതായിരുന്നു. അതുകൊണ്ടാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇസ്ലാം അതൊരു ബലിഷ്ഠമായ തൂണിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. ആ തൂണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് ഉമർ പറഞ്ഞത്. ഈ പള്ളി നമ്മൾ പില്ലറിട്ട് ഇങ്ങനെ നിർത്തിക്കുക. അതേമാതിരി ഇസ്ലാം എന്ന് പറയുന്ന ഒരു കെട്ടിടം, അതിങ്ങനെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടം, അതിൻ്റെ ശക്തി, അതിൻ്റെ കരുത്ത് ബലിഷ്ഠമായൊരു തൂണാണ്. ആ തൂണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആണെന്നാണ് ഉമർ പറഞ്ഞത്. അതിലും വലിയ സർട്ടിഫിക്കറ്റ് വേറെ വേണ്ടല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ എത്ര ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത ഉന്നതനായൊരു സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നത് സുബൈർ റളിയല്ലാഹു അൻഹു ആണ് ആ തൂൺ. അങ്ങനെ ഈ ദീനിനു വേണ്ടി സേവനം ചെയ്ത സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് മറ്റൊരാൾ. റസൂൽ പറഞ്ഞു, സുബൈർ ഫിൽ ജന്ന, സുബൈർ സ്വർഗത്തിലാണ്. മറ്റൊരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ എല്ലായ്പ്പോഴും ചരിത്രത്തിൽ പേര് വരുന്ന ഒരാളാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല. വളരെ ആദ്യത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. നമ്മൾ പറഞ്ഞ പേരുകളിൽ പലതും ഉണ്ടല്ലോ, അബൂ ഉബൈദ, അബ്ദുറഹിമാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹും. ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഫലം എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു ഇവരൊക്കെ. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ ഈ ദീനിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അന്നു മുതൽ അദ്ദേഹവും കച്ചവടക്കാരനായിരുന്നു. ആ കച്ചവടത്തിൻ്റെ യാത്രകൾ കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മുഴുവൻ ഈ ദീനിനു വേണ്ടി സേവന നിരതനായിരുന്നു. റസൂൽ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരാളുണ്ടെന്നും. സുബൈർ റളിയല്ലാഹു അൻഹു
ഇപ്പുറത്തെ വീട് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. റസൂലിൻ്റെ 2 അയൽക്കാർ സുബൈർ, ത്വൽഹ റളിയല്ലാഹു അൻഹും, ആ 2 ആളുകൾ. ആ ത്വൽഹ റളിയല്ലാഹു അൻഹുവും നിരവധി സേവനങ്ങൾ, വലിയ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെതൊക്കെ. അദ്ദേഹം ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. എത്ര ആളുകളായി? 9 ആളായി അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, സുബൈർ ബിൻ അവ്വാം, ത്വൽഹത്ത് ബിൻ ഉബൈദില്ല. 9 ആകുള്ളൂ. ഒരാളുകൂടി ബാക്കിയുണ്ട്, സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് 10ാമൻ. ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണിവർ. സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് സെയ്ദ് എന്ന് പറയുന്ന ആള് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ വിഗ്രഹാരാധനയൊന്നും നടത്താതെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ വളരെ കുറഞ്ഞ ആളുകളുണ്ടായിരുന്നു അറേബ്യയിൽ. ഹനീഫുകൾ എന്നാണ് അവരെ പറയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മതം ഹുനഫാ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹുനഫാ വയുഖീമുസ്സലാത്ത്, ആ ഹനീഫുകൾ. അങ്ങനത്തെ 4 ആളുകൾ അന്ന് മക്കയിലുണ്ടായിരുന്നു എന്നാണ്. അതിൽ 2 ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ച് അതിലേക്ക് പോയി. ഒരാൾ ക്രിസ്തുമതമൊന്നും സ്വീകരിക്കാതെ പൂർണ്ണമായും ഇതിൽ തന്നെ അടിയുറച്ചു നിന്നു. അതാണ് സെയ്ദ്. അദ്ദേഹം പ്രവാചകന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ വിഗ്രഹങ്ങളെ ഒന്നും ആരാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകനാണ് സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയുടെ ഭർത്താവായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് സഹോദരിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ അവർ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ, ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാം. ആ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കൊക്കെയാ? ഫാത്തിമ, ഉമറിൻ്റെ സഹോദരി, സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, ഈ 2 ആളുകൾക്കാണ്. അപ്പോഴാ ഉമർ അങ്ങോട്ട് കടന്നു വരുന്നത്. അദ്ദേഹവും നിരവധി സേവനങ്ങൾ ചെയ്ത മനുഷ്യനാണ്. ഒരുപാട് സുദീർഘമായി സംസാരിക്കേണ്ടുന്ന ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ. അപ്പോൾ ഈ 10 ആളുകൾ, അവരുടെ ഒക്കെ ഒരു പ്രത്യേകത ഇതാണ്, യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ മുന്നേറിപ്പോയവരാണ്. വഹും ലഹാ സാബിഖൂൻ, അവർ മുൻകടന്നു പോയിട്ടുണ്ട്, ഒരുപാട് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോടൊപ്പം എത്തണമെങ്കിൽ ആ ഖലീലും മിനൽ ആഖരീൻ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ, പിന്നീട് വരുന്നവരിൽ ഒരു ചെറിയ സംഘം ആളുകൾ, അതിൽ ഉൾപ്പെടണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങളിൽ ആ രൂപത്തിലുള്ളൊരു സൂക്ഷ്മതയൊക്കെ കൊണ്ടുവന്നും വളരെ ചിട്ടയായ ഒരു ഇസ്ലാമിക ജീവിതം നയിച്ച് റമദാനിന് ശേഷവും ഈ നോമ്പിൻ്റെ ചൈതന്യം ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കണം. റമദാനിന് ശേഷം നോമ്പിൽ നിന്ന് നേടിയെടുത്തതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല എങ്കിൽ പിന്നെ അടുത്ത റമദാനാകുമ്പോഴേ ഇത് കിട്ടുന്നുള്ളൂ എങ്കിൽ ഈ നോമ്പൊക്കെ നിഷ്ഫലമായി പോകുന്നതാണ്. ഒരു നന്മയും നഷ്ടപ്പെടുത്താതെ എല്ലാ നന്മകളുടെ മേലെയും ചാടി വീണ് അതൊക്കെ എനിക്ക് കിട്ടണം, പരലോകം വിചാരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്കത് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മൾ കഥ പറഞ്ഞു പോകുകയാണെങ്കിൽ ഒരുപാട് സുദീർഘമായി പോകും എന്നതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നു. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണല്ലോ. ഒന്നുകൂടി പറയാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ 3ാമത്തെ ഖലീഫയാണല്ലോ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്താത്ത മനുഷ്യനായിരുന്നു. മദീനയിലേക്ക് ഹിജറ വന്നപ്പം അവിടെ മുസ്ലിങ്ങൾക്ക് വെള്ളത്തിൻ്റെ വലിയ ക്ഷാമമുണ്ടായി. വെള്ളമില്ല, ആകെ വെള്ളം ഉണ്ടായിരുന്നത് ഒരൊറ്റ കിണറിലാണ്. ആ കിണറിൻ്റെ ഉടമ ഒരു ജൂതനായിരുന്നു. ബിർ റൂമ എന്നാണ് ആ കിണറിൻ്റെ പേര്. ജൂതൻ വെള്ളം എടുത്തു കൊടുക്കും ആളുകൾക്ക്, പക്ഷെ വലിയ പൈസ വാങ്ങും. ഒരു ചെറിയ തുകൽ സഞ്ചിയിൽ വെള്ളം കൊടുത്താൽ തന്നെ വലിയ പൈസ കൊടുക്കണം. മുസ്ലിങ്ങളാകെ വലയാണ്. അവർ ഹിജറ പോരുമ്പം മുഹാജിറുകളായ ആളുകൾ അവരുടെ സമ്പത്ത് മുഴുവൻ മക്കയിൽ ഉപേക്ഷിച്ചു പോകുന്നതാണ്. ആകെ കയ്യിൽ കരുതാവുന്ന എന്തോ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ അവരുടെ വീടും അവരുടെ കച്ചവട സ്ഥാപനവും അവരുടെ ആട് മാട് ഒട്ടകങ്ങളെയും ഒക്കെ അവിടെ ഇട്ടച്ചു പോകുന്നവരാ. ഒന്നുമില്ല, അവരെയാണ് ഇയാൾ ചൂഷണം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ പറഞ്ഞു, ആര് ആ ബിർ റൂമ വിലക്ക് വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യുമോ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓടി വന്നു.
ആ ജൂതൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് അയാളോട് ചോദിച്ചു, ഈ കിണർ വിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ജൂതന് പറഞ്ഞു, ആ വിൽക്കും. കാരണം അയാൾക്ക് പൈസ കിട്ടിയാൽ മതി. എത്ര പണം വേണം? 40,000 ദിർഹം വേണം എന്ന് പറഞ്ഞു. വലിയ പൈസയാണ് 40,000 ദിർഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പകുതി കിണർ മതി, മുഴുവൻ വേണ്ട. പകുതി കിണർ എന്ന് പറഞ്ഞാൽ കിണർ മുറുക്കിയല്ല. ഒരു ദിവസം വെള്ളം ഞാൻ എടുക്കും, അടുത്ത ദിവസം വെള്ളം നിങ്ങൾക്ക് എടുക്കാം, അടുത്തത് എൻ്റെത്, അടുത്തത് നിങ്ങളത്, ഇങ്ങനെ പോവുക. അപ്പോൾ 20,000 ദിർഹം പോരേന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ സമ്മതിച്ചു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പൈസയോട് അത്രയും ആർത്തിയുള്ള മനുഷ്യനാണ്. 20,000 ദിർഹം കൊടുത്ത് പകുതി കിണർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിലക്ക് വാങ്ങി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ ദിവസത്തിൽ വന്ന് വെള്ളം എടുത്തോളൂ, അന്ന് ഫ്രീയാണ്. അന്ന് ആരും വെള്ളത്തിന് പൈസ തരണ്ടാറ്. എല്ലാവരും ആ ദിവസം വന്ന് തൊകൽ സഞ്ചിയിലൊക്കെ നിറച്ചു കൊണ്ടുപോകും വെള്ളം. തൊട്ടടുത്ത ജൂതൻ്റെ ദിവസത്തിൽ ആരും വരുന്നില്ല, ഒരു കച്ചവടവും നടക്കുന്നില്ല. അതിൻ്റെ അടുത്ത ദിവസം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ദിവസം എല്ലാവരും വരും, ആവശ്യത്തിനുള്ള വെള്ളം എടുത്തുകൊണ്ട് സ്റ്റോർ ചെയ്യും. ജൂതന് കച്ചവടമൊന്നുമില്ല, അയാൾ കുടുങ്ങി. അയാൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പകുതി കിണറോടി നിങ്ങൾ എന്നെ എടുത്തോളി, എനിക്ക് വേണ്ട, നിങ്ങൾ എന്നെ എടുത്തോളി എന്ന് പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നല്ല കച്ചവടക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, പകുതി ഞാൻ വാങ്ങാം, പക്ഷെ അന്നത്തെ വില ഞാൻ തരൂല, 20,000 ഞാൻ തരൂല, 10,000 ദിർഹമാണെങ്കിൽ ഞാൻ വാങ്ങിക്കോളാന്ന് പറഞ്ഞു. ജൂതനെ സംബന്ധിച്ചിടത്തോളം അയാൾ പെട്ടു നിൽക്കുക, കിട്ടിയ പൈസക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആയിക്കോട്ടെ, 10 10, അയാളത് വിറ്റു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കിണർ മുഴുവൻ വിലക്ക് വാങ്ങി 30,000 ദിർഹം കൊടുത്ത്, എന്നിട്ട് മുസ്ലിങ്ങൾക്ക് കണ്ട് ഫ്രീ ആയി കൊടുത്തു. ആവശ്യത്തിന് എല്ലാവരും വെള്ളം എടുത്തോളൂ. ഇസ്ലാമിക ചരിത്രത്തിലെ വെള്ളത്തിന് വേണ്ടി കൊടുക്കുന്ന ആദ്യത്തെ ഒരു വഖഫ് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നത് ഇതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, 14 നൂറ്റാണ്ടായി ഇസ്ലാമിക ലോകത്തിൽ എത്ര ഏക്കർ കണക്കിന് ഭൂമി കിണറിന് വേണ്ടി ആളുകൾ വഖഫ് ചെയ്തിട്ടുണ്ട്. കുടിവെള്ളത്തിന് വേണ്ടി എത്രയിടത്ത് ആളുകൾ കിണർ കുഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിന് വേണ്ടി. വെള്ളത്തിന് വേണ്ടി നടക്കുന്ന വഖഫ്, അതാണ് വഖഫുകളിൽ ഏറ്റവും അധികമുള്ളതെന്നാണ്. ആ എല്ലാ വഖഫിൻ്റെയും പ്രതിഫലത്തിൻ്റെ ഒരു അംശം അദ്ദേഹത്തിലേക്ക് ചെന്ന് ചേരുക. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് തുടക്കക്കാരൻ, ആദ്യം അത് മാതൃക കാണിച്ചത്. നിങ്ങൾ നോക്കി, നോർത്ത് ഇന്ത്യയിലെ ആസാം, ബീഹാർ, ഈ ഗ്രാമങ്ങളിലൊക്കെ ആളുകൾ കുഴൽ കിണറുകൾ കുഴിച്ചു കൊടുക്കുക. ആരോട് ചോദിച്ചാലും പൈസ തരും. ഒരു പഞ്ചായത്ത് കിണർ കുഴിക്കണം, കുടിവെള്ളം വേണം, ആരും തയ്യാറാണ്. ഏത് അറബിയാകണ്ട, സാധാരണ ആൾക്കാർ വരെ അതിന് റെഡിയാണ്. അതിനാദ്യത്തെ പ്രചോദനം അദ്ദേഹമാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എത്ര പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടുന്നത്! അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മസ്ജിദുൻ നബവി വലിപ്പം പോരാതെയായി, മുസ്ലിങ്ങളുടെ എണ്ണം കൂടി റസൂൽ ചെറിയൊരു പള്ളി ഉണ്ടാക്കി, തികയുന്നില്ല, പള്ളി ഒന്ന് വിപുലപ്പെടുത്തണം. അപ്പം അതിനോട് ചേർന്ന് അതിൻ്റെ ചുറ്റുഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആര് ആ സ്ഥലം വിലക്ക് വാങ്ങി ഇതിനു വേണ്ടി ദാനം ചെയ്യുന്നുവോ അയാൾക്ക് സ്വർഗമുണ്ട്. അതാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓടി വരും. അദ്ദേഹം ആ സ്ഥലത്തിൻ്റെ ഉടമയുടെ അടുക്കൽ ചെന്ന് സംസാരിച്ചു, ഇത് വിൽക്കുന്ന, അതിനെത്രയാണോ പണം അയാൾ ചോദിച്ച പണം എടുത്തു കൊടുക്കുക. ആ സ്ഥലം വിലക്ക് വാങ്ങിയിട്ട് ആ പള്ളി വിപുലപ്പെടുത്താൻ സൗകര്യപ്പെടുത്തി കൊടുക്കാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മളൊക്കെ ഉംറ നിർവഹിക്കാൻ അവിടെ പോയി മദീന സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ പള്ളിയുടെ പുറത്ത് അല്ലെങ്കിൽ ആ പള്ളിയുടെ പല ഭാഗങ്ങളിൽ ആ തൂണിൻ്റെ മേലെ കൊടയൊക്കെ ഇങ്ങനെ വിരിച്ചിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, നമ്മൾ അവിടെ ഇരുന്ന് നമസ്കരിക്കുന്നു, ദിക്റുകൾ ചെല്ലുന്നു, അള്ളാഹുവിനെ അനുസ്മരിക്കുന്നു. ആ മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന ഇടം ആദ്യമായി വിപുലപ്പെടുത്തുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫണ്ടിൽ നിന്നാണ്, അദ്ദേഹം കൊടുക്കുന്ന സദഖയിൽ നിന്നാണ്, വഖഫിൽ നിന്നാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളിൽ അവിടെ വന്ന് ആരാധന നിർവഹിച്ചു പോയിട്ടുണ്ടാകും. അവരുടെയൊക്കെ നമസ്കാരത്തിൻ്റെ, ആരാധനയുടെ, നന്മയുടെ ഒരംശം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്ന് ചേരാണ്. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു, മക്ക വിജയിച്ചപ്പോൾ കഅബ അത് തവാഫ് ചെയ്യാനൊന്നും അവിടെ സ്ഥലമില്ല, അതും ഒന്ന് വിപുലമാക്കണം, അവിടെയും കുറച്ച് സ്ഥലമുണ്ട്, ആരത് വിലക്ക് വാങ്ങി ദാനം ചെയ്യുന്നുവോ അയാൾക്ക് സ്വർഗമുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓടി വരിക, ഇത് അല്ലാഹുവിൻ്റെ റസൂലെ, പണം
ആ വീടും പറമ്പും വാങ്ങി അദ്ദേഹം കൊടുത്തു. അതിന് ശേഷം നമ്മൾ ആലോചിക്കുക, ഇപ്പോഴും 25 ലക്ഷം ആളുകളാണ് ഈ റമദാനിലെ ഉംറക്ക് പോയത്. ഹജ്ജിന് 10-30 ലക്ഷം ആളുകൾ പോവുക. അവരൊക്കെ തവാഫ് ചെയ്യുന്ന ആ ഭാഗം, തവാഫ് കഴിഞ്ഞ് വിശ്രമിക്കുന്ന നമസ്കരിക്കുന്ന ഭാഗം, എഴുത്തിക്കാഫിരിക്കുന്ന ഭാഗം, ആ വഖഫിൻ്റെ തുടക്കക്കാരൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കൂ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോഴൊക്കെ അദ്ദേഹം ഓടി വരിക. അവരൊക്കെ അങ്ങനെയായിരുന്നു, ഒരു നന്മയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ അവർ കുതിച്ചു മുന്നേറിയവരായിരുന്നു, ഒരവസരവും നഷ്ടപ്പെടുത്താതെ മുന്നേറിയവരായിരുന്നു. അതുകൊണ്ടാണ് സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ ഒരു വലിയ വിഭാഗം ആളുകൾ സ്വർഗത്തിൻ്റെ അവകാശികളായത്. ഒരു വലിയ വിഭാഗം ആളുകളുണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ മുൻഗാമികളിൽ, സ്വർഗത്തിലേക്ക് പോകേണ്ടവർ. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് വഖലീലും മിനൽ ആഖിരീൻ, പിന്നീട് വന്നവരിൽ ഒരു ചെറിയ ആളുകളാണുള്ളത്, കുറച്ചാളുകളേ ഉള്ളൂ. ആ കുറച്ചാളുകളിലേക്കാണ് നമുക്ക് കയറിക്കൂടേണ്ടത്. അവരിലേക്ക് നമുക്കും ചെന്നെത്തിപ്പെടണം. അതിനുവേണ്ടി ജീവിതത്തിൽ നന്മ ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എത്ര ചെറുതാകട്ടെ, നിസ്സാരമാകട്ടെ, ഒന്നും നഷ്ടപ്പെടുത്താതെ. ഇന്നിപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്തു, നമ്മുടെ ഈ പ്രദേശത്ത് വിദ്യാർത്ഥികളെ ഇസ്ലാമിക മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ MSMന് വേണ്ടി സഹായിക്കണം എന്നാണ് പറഞ്ഞ്. ഇന്നത്തെ കാലത്ത് നാം ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു കാലമാണ്. നമ്മുടെ മക്കൾ തന്നെ ലഹരിയിൽ, അധാർമികതയിൽ, നാസ്തികതയിൽ, നിരീശ്വര വിശ്വാസത്തിൽ ഒക്കെ ചെന്നുപെടുക. ക്യാമ്പസുകളിൽ പോയി വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയാണ് ഉള്ളത്. ഈ കുട്ടികളെ നമുക്ക് നമ്മുടെ പള്ളിയോടെങ്കിലും ചേർത്ത് നിർത്താൻ പറ്റണം. അവരെ വിളിച്ചു കൂട്ടി ആഴ്ചയിൽ കൂടിയിരുന്ന് നമസ്കാരത്തിൻ്റെ ജമാഅത്തിനൊക്കെ പള്ളിയിൽ വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ലെങ്കിൽ പുതിയൊരു തലമുറ ഉണ്ടാകൂല, ദീനിൽ നിൽക്കുന്നൊരു സമൂഹം ഉണ്ടാകൂല. അപ്പോൾ ആ കുട്ടികളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയഴിച്ച് സഹായിക്കണം, അവരെ നമ്മൾ താങ്ങി നിർത്തി കൊടുക്കണം ഈ നന്മയിൽ. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ ചേർന്നിരിക്കലും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളുമെല്ലാം വളരെ കനം തൂങ്ങുന്ന അമലുകളായി നാളെ പരലോകത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാഥാ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യണമേ. പടച്ചവനെ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ രോഗത്തിൽ നിന്ന് നീ അവർക്ക് ശിഫ നൽകി അവരെ പരിപൂർണമായി അതിൽ നിന്ന് മോചിപ്പിച്ച് നൽകണമേ. പടച്ചവനെ, സാമ്പത്തികമായ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കടബാധ്യതയുള്ളവർ, അവരെയൊക്കെ അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് നീ മോചിപ്പിച്ചു കൊടുക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.